പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.2ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ്സ് വിച്ച് ഡിവൈഡ്സ് ദ ജോയിൻ ഓഫ് -1,7 ആൻഡ് 4,-3 ഇൻ ദ റേഷ്യോ 2:3. അപ്പോൾ രണ്ട് പോയിന്റുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. -1,7ഉം 4,-3ഉം. ഇതിനെ രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? 2:3 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇങ്ങോട്ടൊന്ന് വരച്ച് കാണിക്കാം. ദിസ് ഈസ് ലൈൻ AB. A is -1,7 and B is 4,-3. ഇതിനെ 2:3 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഈ പോയിന്റിന് ഞാൻ P എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ റേഷ്യോ ഈസ് 2:3. അപ്പോൾ 2 നമുക്ക് എന്തായിട്ട് എടുക്കാം? 2 ഈസ് M1. 3 എന്താണ്? M2. റേഷ്യോസ് ആണ് M1ഉം M2ഉം. അപ്പോൾ അതിനെ നമ്മൾ 2 എന്നും 3 എന്നും എടുത്തു. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് P ആണ്. ഈ പോയിന്റിലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് Px, y എന്ന് ഞാൻ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്? സെക്ഷൻ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പോയിന്റുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യും. എന്താണ് സെക്ഷൻ ഫോർമുല? x, y is equal to m1 x2 plus m2 x1 divided by m1 plus m2. ഇതാണ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. എക്സ് ഈസ് ഇക്വൽ ടു ദിസ്. ഇനി അടുത്തത് y എന്താണെന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. m1 y2 പ്ലസ് m2 y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് നമ്മുടെ സെക്ഷൻ ഫോർമുല. ഇനി നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ m1 എന്താണെന്നറിയാം, m2 എന്താണെന്നറിയാം. ഇനി ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ പേപ്പറിൻ്റെ സൈഡിലോട്ട് എഴുതിയാൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ -1 നമുക്ക് x1 ആയിട്ട് എടുക്കാം. 7 ഈസ് y1, 4 ഈസ് x2, പിന്നെന്താ -3 ഈസ് y2. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇസ് ഇക്വൽ ടു m1 എന്താണ്? 2 ഇൻറ്റു x2 ഈസ് 4 പ്ലസ് m2 ഈസ് 3, x1 ഈസ് -1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2, ദാറ്റ് ഈസ് 2 പ്ലസ് 3. അടുത്തത് m1 ഈസ് 2, y2 ഈസ് -3. ഇപ്പോൾ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ബ്രാക്കറ്റ് കൊടുക്കാം നെഗറ്റീവ് ഉള്ളതിന് കേട്ടോ. പ്ലസ് m2 ഈസ് 3 ഇൻറ്റു y1 ഈസ് 7 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 ഇസ് ഇക്വൽ ടു 4 ഇൻറ്റു 2 8. 3 ഇൻറ്റു -1 ഈസ് -3 ബൈ 5. ഇത് -6 പ്ലസ് 7 into 3, 21 divided by 5 is equal to 8 minus 3 is 5. 5 by 5. Then there is -6 plus 21 is 15 by 5 is equal to 5 by 5 is 1. 15 by 5 is 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P1,3 എന്ന് കിട്ടി. അപ്പം ഈ രണ്ട് പോയിന്റുകളെ ഡിവൈഡ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് ഏതാണ്? 1,3. മനസ്സിലായല്ലോ? അപ്പോൾ സെക്ഷൻ ഫോർമുല പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.